വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സെക്കൻഡ് സെം ആയ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ BA എക്കണോമിക്സിലെ MDC സബ്ജക്റ്റ് ആണ് നോക്കുന്നത്, അതായത് ഡിജിറ്റൽ എക്കണോമി. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കണേ, അതിന്റെ ബാക്കി പോർഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ ഫൗണ്ടേഷൻസ് ഓഫ് ഡിജിറ്റൽ എക്കണോമി ആണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന്റെ മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നോക്കുന്ന ടോപ്പിക്കാണ് എക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് ഡിജിറ്റൽ എക്കണോമി. അതായത് നമ്മളുടെ ഡിജിറ്റൽ എക്കണോമി എങ്ങനെയാണ് നമ്മുടെ എക്കണോമിയെ ഇമ്പാക്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്. ഇതിന് 3 സബ് ടോപ്പിക്സ് ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തത് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെയാണ് സ്വാധീനിച്ചത്. രണ്ടാമത്തെ ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്. മൂന്നാമത്തേതാണ് ഇമ്പാക്ട് ഓൺ എംപ്ലോയ്മെന്റ്, നമ്മുടെ തൊഴിൽ പരമായി എങ്ങനെയാണ് ഡിജിറ്റൽ എക്കണോമി സ്വാധീനിച്ചത്. അപ്പോൾ ഈ 3 മെയിൻ ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിക്കൊണ്ട് പറഞ്ഞത് ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് ഗ്രോത്ത് ആണ്. അതിൽ വരുന്നതാണ് കോൺട്രിബ്യൂഷൻ ടു GDP. അപ്പം അതായത് അപ്പോൾ ഡിജിറ്റൽ എക്കണോമി ആയതോടുകൂടി നമ്മളുടെ GDPൻ്റെ അളവൊക്കെ കൂടിയെന്നാണ് പറയുന്നത്. അതായത് GDP പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ മൊത്തത്തിലുള്ള ആഭ്യന്തര കണക്കിനെയാണ് GDP എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധനം മേടിക്കലും അതേപോലെ വിൽക്കലും വാങ്ങലും ഒക്കെ എല്ലാം കൂടി രേഖപ്പെടുത്തിക്കാണ്ട് നമ്മുടെ ഇന്ത്യൻ്റെ അപ്പോൾ ഓരോ വർഷം എത്രത്തോളം പെട്ടുക്കണോ അല്ലെങ്കിൽ താഴ് നിൽക്കണോ എന്ന് നോക്കുന്നതാണ് GDP എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഉയർന്നാണ് നിൽക്കുന്നത്. കാരണം എന്തൊക്കെയാണ്, അപ്പോൾ IT സേവനങ്ങൾ, ഇ-കൊമേഴ്സ്, ഫിൻടെക്, ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വന്നതോടുകൂടി ആൾക്കാർ ഓൺലൈനിലായിക്കാണ് സാധനം മേടിക്കാനും വിൽക്കാനും ഒക്കെ തുടങ്ങി. അതുകൊണ്ട് GDPൻ്റെ അളവ് തന്നെ കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ B ആണ് മാർക്കറ്റ് എക്സ്പാൻഷൻ, വിപണി വികാസം. അപ്പോൾ എന്നാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ബിസിനസ്സുകളെ അപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സിമ്പിളായി. അപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഷൻ അപ്പോൾ സാധനങ്ങൾ വിൽക്കാനും അതേപോലെ വരുമാനം വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച നൽകാനും സഹായിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് ഹെൽപ്പ് ചെയ്ത ഒന്നാണ് അപ്പോൾ ഡിജിറ്റൽ എക്കണോമി. ഇനി അതിൽ C ആണ് ഇന്നോവേഷൻ ആൻഡ് ന്യൂ ബിസിനസ് മോഡൽസ്. അതായത് ന്യൂ ബിസിനസ് ആയിക്കാണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്കൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ വേണ്ടി പറ്റി. കാരണം ഓൺലൈൻ അയക്കാണ്ടും അതേപോലെ ഓൺലൈനിൽ കൂടെ രജിസ്റ്റർ ചെയ്യാനൊക്കെ സംവിധാനം വന്നതിലൂടെയാണ് ആളുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ടാണ് ജോബ് കിട്ടാനൊക്കെ സാധിച്ചു. അങ്ങനെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് തന്നെ ഇംപ്രൂവ്മെന്റ് ആയി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പിന്നെ അടുത്തതായി പറഞ്ഞ ടോപ്പിക്കാണ് ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. അതായത് ഒരു രാജ്യത്ത് വിദേശത്ത് നിന്നുള്ള നിക്ഷേപങ്ങളുടെ വരവിനെയാണ് അപ്പോൾ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വിദേശ കമ്പനികൾ, നിക്ഷേപർ, ബാങ്കുകൾ, മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയുടെ നിക്ഷേപങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ GDPയും ഗ്രോത്ത് ആവുമെന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്തിലെ അവസാനത്തെ പോയിന്റ് ആണ് അപ്പോൾ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് റിഡ്യൂഷൻ. അതായത് ഡിജിറ്റൽ ടെക്നോളജിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങളും കാര്യക്ഷമമായി കണ്ട് പ്രവർത്തിക്കാനും അതേപോലെ കോസ്റ്റ് കുറയ്ക്കാനും ഒരാളില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ UPI പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വേഗത്തിലാക്കുകയും വില കുറയ്ക്കുകയും അതേപോലെ ഇത് കസ്റ്റമേഴ്സ് അതേപോലെ ബിസിനസ്സുകാർക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ എക്കണോമിക് ഗ്രോത്തിൻ്റെ സ്വാധീനമാണ് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമതായിക്കാണ്ട് ഇമ്പാക്റ്റ് ഓൺ പ്രൊഡക്ടിവിറ്റിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താ നോക്കാം. അതിൽ ഒന്നാമതായിക്കാണ്ട് വരുന്നത് എൻഹാൻസ്ഡ് ബിസിനസ് പ്രോസസ്സാണ്. അതായത് ബിസിനസ് അപ്പോൾ മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ പ്രോസസ്സാണ് പുതിയതായി വന്നത് എന്നാണ്. അതായത് ഓട്ടോമേഷൻ, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ മെഷീൻ അപ്പോൾ ലേണിങ്സ് ഇവയൊക്കെ വന്നതിലൂടെയാണ് ഇപ്പോൾ ജോലികളായിക്കോട്ടെ അത് ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെയും വിതരണം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെയും തീരുമാനമെടുക്കൽ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ എടുക്കാം. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിഞ്ഞ സംഭവമാണ്. അതിപ്പോൾ വന്നാൽ നമുക്ക് എന്തൊരു കാര്യം ആയിക്കോട്ടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ഭയങ്കര എഫക്റ്റാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിജിറ്റൽ ആയിക്കാണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മളെ പ്രൊഡക്ടിവിറ്റിയിൽ.
ദിസ് ലീഡ് ടു ഹയർ ഔട്ട്പുട്ട് വിത്ത് ദ സെയിം ഓർ ഫിയർ ഇൻപുട്ട്. അതായത് കുറഞ്ഞ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഉയർന്ന ഉൽപാദനത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ ഈ എൻഹാൻസ്ഡ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് കുറഞ്ഞ ഔട്ട്പുട്ടും കുറഞ്ഞ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് കിട്ടും, ആ ഒരു പ്രൊഡക്റ്റീവ് ആയിക്കാണ്ട് സാധനത്തെ റിസൾട്ട് നമുക്ക് കിട്ടും. അതിനെയാണ് അപ്പോൾ എൻഹാൻസ്ഡ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയണത്. അപ്പോൾ ഇനി രണ്ടാമത്താണ് ഡാറ്റ ഡ്രൈവിംഗ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡാറ്റ അധിഷ്ഠിത തീരുമാനമെടുക്കൽ. അതെന്താണ് വെച്ചാൽ ബിഗ് ഡാറ്റയും അനലിറ്റിക്സും വന്നതോടെ ബിസിനസ്സുകളെ കറക്റ്റായ ഡിസിഷൻ എടുക്കാനും പ്രവർത്തനങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനും കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ സേവനങ്ങളും തയ്യാറാക്കാനും തുടങ്ങി. ഇതിൻ്റെ ഫലമായാണ് ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടായത്. ഇനി അടുത്ത ടോപ്പിക്കാണ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്. അതായത് ഒരു പ്രൊഡക്റ്റ് അത് റോ മെറ്റീരിയൽസ് മുതൽ ഫിനിഷ് പ്രൊഡക്റ്റായി ഒരു കൺസ്യൂമറിന് എത്തുന്നത് വരെയുള്ള ആ ഒരു എൻട്രി ചെയിൻ അല്ലെങ്കിൽ അതുവരെയുള്ള പ്രവർത്തനങ്ങളെയാണ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബ്ലാക്ക് ചെയിൻ, OTA, പിന്നെ അപ്പോൾ AI എന്നിവയൊക്കെ അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിക്കാണ്ട് ഒന്നാണ് ഡിജിറ്റൽ എക്കണോമിയിൽ. ഇപ്പോൾ AIനൊക്കെ നമുക്ക് എന്തൊരു സംഭവം ഉണ്ടെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് കിട്ടാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ അപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ ഇമ്പാക്റ്റ് നമുക്ക് തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത പോയിൻ്റാണ് കൊമേഴ്സ് എഫിഷ്യൻസി ആണ്. അപ്പോൾ ഡിജിറ്റൽ എക്കണോമി ഭയങ്കര യൂസ്ഫുൾ ആക്കിയൊരു സാധനമാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞത്. കാരണം ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്നതിനും അപ്പോൾ ഓർഡറുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെ ഭയങ്കര സിമ്പിളായി. അതായത് സാധനം മേടിക്കാനും വിൽക്കാനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് കൊമേഴ്സ്. അതായത് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ നമ്മുടെ കൊമേഴ്സിൽ പെട്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് റിമോട്ട് വർക്ക് ആൻഡ് കൊളാബറേഷൻസ്. അതായത് നമ്മുടെ വീഡിയോ കോൺഫറൻസ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, പിന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നിവയൊക്കെ ഈ കൊറോണ കാലഘട്ടം നല്ലോണം സ്വാധീനിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം അപ്പോൾ വീഡിയോ കോൺഫറൻസൊക്കെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഓൽക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതും അതേപോലെ നിലനിർത്തിയതൊക്കെ കൊറോണ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇമ്പാക്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ പറയാനുള്ളത്. ഇനി നമുക്കതിൽ അടുത്തത് നോക്കാം. മൂന്നാമത്തെ ഇമ്പാക്റ്റ് ആണ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞ ജോബ് ക്രിയേഷൻ ഇൻ ഡിജിറ്റൽ സെക്ടേഴ്സ് ആണ്. അപ്പം അതായത് IT, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ് തുടങ്ങിയ പുതിയതും വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായ മേഖലകളിൽ ഡിജിറ്റൽ സമ്പത്ത് വ്യവസ്ഥ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ മേഖല ഇപ്പോൾ IT മേഖലയൊക്കെ ആയാലും ഒരുപാട് തൊഴിൽ വേക്കൻസികളാണ് ഇപ്പോൾ ഉള്ളത്. അതിലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യയിൽ IT മേഖല മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് ജോലിക്കെടുക്കുന്നു. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിരവധി അനുബന്ധ ജോലികൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതാണ് ജോബ് ക്രിയേഷൻ ഇൻ ഡിജിറ്റൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എംപ്ലോയ്മെൻറ്റിനൊക്കെ നല്ലോണം സ്വാധീനിച്ച ഒന്നാണ് ഡിജിറ്റൽ എക്കണോമി എന്ന് പറഞ്ഞ കുറേ അവസരങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. അടുത്തതായി നോക്കുന്ന ടോപ്പിക്കാണ് എന്താണ് ഗിഗ് എക്കണോമി. അതായത് ഇപ്പം നമ്മളുടെ പരമ്പരാഗതമായി ട്രഡീഷണൽ ആയിക്കണ്ട് നമ്മൾ ജോലികൾ എന്തൊക്കെയാണ്, ഇപ്പോൾ സാധാരണ ഒരാളിപ്പോൾ പഠിച്ചാൽ ടീച്ചറാവാം, ഡോക്ടറാവാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണല്ലേ. ഇപ്പം അതിനും വേണ്ടി ഒരുപാട് ഡിജിറ്റൽ ആയിക്കണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സൊമാറ്റോ തന്നെ, അപ്പോൾ വർക്ക്, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. സൊമാറ്റോ പറഞ്ഞാൽ തന്നെ നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാമല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അയക്കാണ്ട് നമ്മൾ അറിയും കൂടി വേണ്ട. ഇപ്പം നമ്മളൊരു ഇപ്പോൾ സ്ഥലത്ത് പോയിക്കാണ്ട് ഡെലിവറി ബോയ് ആണ് സൊമാറ്റോ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു സാധനം മേടിക്കുന്നു, അതൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരു ബന്ധമില്ല, നമുക്ക് ഇഷ്ടമില്ല ജോലികൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടെ പറ്റി എന്നാണ് പറയുന്നത്. അതിനെയാണ് ഇപ്പം നമ്മൾ ഇതേപോലെ നമ്മളുടെ അപ്പോൾ ജോലികളൊക്കെ ഈ പ്ലാറ്റ്ഫോം കൂടെ ചെയ്യുന്ന ഈ ഒരു സംഭവത്തിനാണ് ഗീഗ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരാളെ സംബന്ധിച്ച്. കാരണം ജോലി പണ്ട് കാലത്തിലൊക്കെ എത്ര പഠിച്ചാലും ചിലപ്പം ജോലിയൊന്നും കിട്ടാതെ നിൽക്കുന്ന ഒരാൾക്ക് അതൊരു ഹെൽപ്ഫുള്ളാണ്. കാരണം അന്നന്നത്തെ പൈസ അന്നന്ന് കിട്ടും, അതൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പോൾ എംപ്ലോയ്മെൻറ്റിന് എന്ത് കിട്ടി, അപ്പോൾ ഡിജിറ്റൽ അപ്പോൾ എക്കണോമി ആയതോടെ ഒരുപാട് ചോയ്സ് കിട്ടി എന്ത് ചൂസ് ചെയ്യാമെന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം.
ഇനി അടുത്തതായി പറയുന്ന ടോപ്പിക് കൺട്രി റിസ്ക് നീഡ്സ് അല്ലെങ്കിൽ ദ സ്വിഫ്റ്റ് ടുവേർഡ് ഡിജിറ്റൽ റിക്വേഴ്സ്. അതായത് ഒന്നുമില്ല, കാരണം ഈ വർക്കേഴ്സിനൊക്കെ ന്യൂ സ്കിൽസ് ആണ് ഇപ്പോൾ വേണ്ടിയത്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഡിജിറ്റൽ അയക്കാൻ ലിറ്ററസി, അതേപോലെ അപ്പം ടെക്നിക്കൽ സ്കിൽസ്, അതായത് ഡിജിറ്റൽ അയക്കേണ്ട അറിവും അതേപോലെ ടെക്നിക്കൽ സ്കിൽസും ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ അതിനുള്ള ഓരോ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ അപ്പോൾ എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ ഉണ്ട്. കാരണം IT ഫീൽഡും കാര്യങ്ങളൊക്കെ ഇത് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പം തൊഴിലാളിയുമായിക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യണം. കാരണം ഇന്നത്തെ കാലത്ത് തൊഴിലാളികളൊക്കെ പറഞ്ഞാൽ എല്ലാം ടെക്നോളജിയെ കുറിച്ച് എല്ലാം അറിയുന്ന ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഉയർച്ചയല്ലോ എന്നാണ് പറയുന്നത്. അത്രയും എംപ്ലോയീസിന് വരെ ഇമ്പാക്റ്റ് ചെയ്തൊരു സംഭവമാണ് ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത്. ഇനി പറയുന്ന അടുത്ത ടോപ്പിക്കാണ് ഈ ചേഞ്ചിങ് നാച്ചർ ഓഫ് വർക്ക് ടു റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് വർക്ക് മോഡൽസ് ആണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ എക്കണോമിയിൽ റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് അപ്പോൾ വർക്ക് മോഡലാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്. ഇത് ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ശേഷമാണ് ഈ ഒരു മോഡലിലേക്ക് ആയത്. ഇപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈന്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ ഓഫീസിലേക്ക് തന്നെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പോകണം. പക്ഷേ ഇപ്പം പറഞ്ഞാൽ നമുക്കത് വർക്കിംഗ് ഹോമും ആണ്. ചിലപ്പോൾ നമുക്ക് ഓഫീസിൽ പോയിക്കാണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഹോം ആയിക്കാണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് അപ്പോൾ തൊഴിലാളികൾക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായി. കാരണം ഇഷ്ടമുണ്ടാകുമ്പോൾ നമുക്ക് ഓഫീസിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ഡിജിറ്റൽ വന്നതിലൂടെയാണ് കിട്ടിയത്. പ്രധാനമായിക്കാണ്ട് കോവിഡിൻ്റെ ശേഷമാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇവിടെ ചേഞ്ചിങ് നാച്ചർ അല്ലെങ്കിൽ റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് വർക്ക് മോഡൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് ഓൺലൈൻ ആയിക്കാണ്ട് ഓഫ്ലൈൻ ആയിക്കാണ്ട്, അതായത് ഓഫീസിൽ പോയിക്കാണ്ടും ഓഫീസിൽ പോവാതെ തന്നെ വർക്ക് ഹോം ആയിക്കാണ്ട് നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി എന്നാണ് പറയുന്നത്. ഇനി അവസാനത്തതാണ് എന്റർപ്രണോർഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് സംരംഭകത്തെ അവസരങ്ങൾ. ഇത് ചുരുക്കി പറയാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യക്തികൾക്ക് കുറഞ്ഞ മൂലധനത്തിൽ സ്വന്തം ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള അവസരം നൽകും. അതായത് നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എന്താണ് കേക്ക് ബിസിനസ്, അങ്ങനെ ഓരോ ബിസിനസ് ഇപ്പോൾ നടത്തുന്നുണ്ടല്ലേ ഓൺലൈനിൽ കൂടെ. അങ്ങനെ പുതിയ പുതിയ തൊഴിലും സെൽഫ് ആയിക്കാണ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ അവസരം ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു തൊഴിലാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ആണ് അപ്പോൾ എംപ്ലോയ്മെന്റിനൊക്കെ കിട്ടിയതെന്നാണ് പറയുന്നത് ഈ ഡിജിറ്റൽ എക്കണോമിയിലൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പാക്റ്റ് ആയിക്കാണ്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം.